വി.ഡി. സതീശൻ പുതുയുഗ യാത്ര നടത്തുമ്പോൾ തന്നെയാണ് ചെന്നിത്തലയെ പ്രചാരണ സമിതി അധ്യക്ഷനാക്കുന്നത്. വി.ഡി. സതീശനെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന അപ്രമാദത്തിന് വലിയൊരു ഇടിവുണ്ടാക്കിയോ ഈ ഒരു തീരുമാനം? അതോ കോൺഗ്രസിന് മൊത്തത്തിൽ ഗുണപരമാകുന്ന ഒരു തീരുമാനമാണോ ഇത്? ഈ രണ്ട് നേതാക്കൾ, വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവ്, ഈ രണ്ടുപേരിൽ ആർക്കാണ് ജ്യേഷ്ഠാവകാശം എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കാം. കാരണം പ്രായം കൊണ്ടും അതുമാത്രമല്ല എക്സ്പീരിയൻസ് കൊണ്ടും കോൺഗ്രസ് സംഘടനയുടെ അഖിലേന്ത്യാ തലത്തിലെ നേതൃപദവികൾ കൊണ്ടും വഹിച്ചിരുന്ന പദവികളുടെ വിപുലത കൊണ്ടും കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആയിരുന്നു, പല പ്രാവശ്യം MLA ആയിരുന്നു, മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ചെന്നിത്തലയ്ക്കാണ് അഡ്വാൻറ്റേജ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സാമാന്യം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസാണ് വി.ഡി. സതീശനുള്ളത്. ട്രാക്ക് റെക്കോർഡും വളരെ മെച്ചമാണ്. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാമുള്ള UDFൻ്റെ മിന്നും വിജയം തീർച്ചയായും വി.ഡി. സതീശനെ ഒരു വലിയ ഒരു ഫാക്ടറാക്കി മാറ്റിയെടുത്തു. വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ മുൻപില്ലാതിരുന്ന അത്രത്തോളം ഒരു സ്വീകാര്യതയും അംഗീകാരവും ആവേശവും കൊണ്ടുവരാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ യാത്രയിലൂടെ, നവയുഗ യാത്രയിലൂടെ വലിയ ആൾക്കൂട്ടത്തെയാണ് വി.ഡി. സതീശൻ ആകർഷിക്കുന്നത്. ആ യാത്ര ആര് നയിച്ചാലും ആൾക്കൂട്ടമുണ്ടാകും. പക്ഷേ സതീശൻ ഭംഗിയായി എന്തെവിടെ പറയണമെന്ന് കൃത്യമായി അറിയാവുന്ന, ശരിക്ക് കുറിക്ക് കൊള്ളുന്ന പ്രയോഗങ്ങളുമായി സതീശൻ ഇങ്ങനെ മിന്നി നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഈ സീനിയറായ രമേശ് ചെന്നിത്തലയെ തഴയുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് കോൺഗ്രസിന് ഇപ്പോൾ അത്ര ഗുണകരമല്ല. അതുകൊണ്ട് സതീശനും രമേശനും, അല്ലെങ്കിൽ രമേശനും സതീശനും, ഈ രണ്ട് പേര് വലിയ രീതിയിൽ രണ്ട് കുതിര, 2 ഹോഴ്സ് റേസ്, അത് കറക്റ്റ് രണ്ട് പേരെയും ഒരുപോലെ തന്നെ ഈ ഒരു വണ്ടി വലിച്ചുകൊണ്ട്, കോൺഗ്രസ് ആകുന്ന വണ്ടിയെ ഒരുപോലെ വലിച്ചുകൊണ്ട് പോകണം. അത് ആരെങ്കിലും ഒരാൾ നെല്ലിട മുന്നിൽ കയറി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നൊരു ചിന്ത ഹൈക്കമാൻഡിനുണ്ടാകും. അതുകൊണ്ടാണ് ശരി, യാത്രയൊക്കെ സതീശൻ നയിച്ചോട്ടെ, പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകും. അതുപോലെ പരിഭവത്തിൽ നിന്ന സാക്ഷാൽ വിശ്വപൗരൻ ശശി തരൂരിനെ പ്രചരണ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ സ്ഥാനം എന്ന് പറയുമ്പോൾ അവർക്ക് അക്കോമഡേറ്റഡ് ആകുകയാണ്. പിന്നെ ഏറ്റവും അധികം ജനപിന്തുണ ഈ പുതിയ തലമുറയ്ക്കിടയിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെങ്കിലും കൊണ്ടുവരുന്ന ഷാഫി പറമ്പിലിനെ അതിൻ്റെ കൺവീനർ ചുമതലയും ഒക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജനപിന്തുണയുള്ള ആളുകളെ, ഈ പറയുന്ന 4 പേർക്കും ജനപിന്തുണയുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, സതീശനുണ്ട്, ഷാഫി പറമ്പിലിനുണ്ട്, ശശി തരൂരിനുമുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. ഈ ജനപിന്തുണയുള്ള 4 പേരെയാണ് മുന്നിൽ നിർത്തിയിരിക്കുന്നത് എന്നുകൂടി നോക്കുമ്പോൾ ഇതിനകത്തൊരു വെടിനിർത്തൽ എന്നത് ഒന്ന്, 2 കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നൊരു പ്രതീതി, പിന്നെ ആരെയും പൊക്കുകയോ ആരെയും താക്കുകയോ ചെയ്തില്ല എന്നൊരു പ്രതീതി, വലിയൊരു ബാലൻസിങ് ആക്റ്റാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. പ്രമുഖ മുഖങ്ങൾ അത് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും ഒക്കെ തന്നെയാണ്. ഇവരിൽ ഒരാൾക്ക്, കെ.സി. വേണുഗോപാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്ന 2 പേരെങ്കിലും ഗൗരവമായി, അത് ഒരേ സമുദായത്തിൽപ്പെടുന്നവരാണെന്ന് ഓർക്കണം, ഒരേപോലെ തന്നെയുണ്ട്, രംഗത്ത് വരും. അവിടെയാണ് ഒരു പക്ഷേ സമുദായ സംഘടനകൾ ഉൾപ്പെടെ താക്കോൽ സ്ഥാനം തങ്ങളുടെ സംഘടന സമുദായത്തിൽപ്പെടുന്ന ആളുടെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണം, അത് ഇന്നാരായിരിക്കണം തങ്ങളുടെ സമുദായത്തിൽപ്പെടുന്നയാൾ എന്ന് പറയാൻ തക്ക രീതിയിൽ NSS വളരുകയുണ്ടായോ? ആ സമ്മർദ്ദം അതിജീവിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ന്യായമായ ചോദ്യമാണ്. എപ്പോഴും കോൺഗ്രസിൻ്റെ രീതി എന്ന് പറയുന്നത് മറ്റ് സംഘടനകളുടെ സമ്മർദ്ദം ഒന്നും തന്നെ തങ്ങൾക്ക് ബാധകമല്ല എന്ന് പൊതുവെ പറയുകയും, അതേസമയം സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്ന, സമുദായ നേതാക്കളെ പരമാവധി അപ്പീസ് ചെയ്യുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വന്നാലും UDF ജയിച്ചു വരികയും, വന്നാൽ, വരുമെന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ വന്നാൽ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ ആകാൻ സാധ്യതയുണ്ട്. ഈ 2 പേരും തമ്മിലുള്ള തർക്കം വല്ലാതെ മുറുകിയാൽ മാത്രമാണ് കെ.സി. വേണുഗോപാലിന് അവസരം തെളിയുക. ആര് വന്നാലും മറുപക്ഷം, അല്ലെങ്കിൽ പക്ഷമെന്ന് പറയാനാവില്ല, മറ്റുള്ളവർ അസംതൃപ്തരായിരിക്കും. UDFൽ പൊതുവേ പുകയുന്ന അസംതൃപ്തി എങ്ങനെയാണ് ഭാവി ഭരണത്തെ ബാധിക്കാൻ സാധ്യത എന്ന് ഇപ്പോഴേ പിറാൻ പോകുന്ന കുഞ്ഞിന് ഇപ്പോഴേ ജാതകം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നിലവിൽ താരമൂല്യമുള്ള ആളുകളെ പലയിടത്തു നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, താരമുള്ള ആളുകൾ കർണാടകത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ താരമൂല്യമുള്ള കോൺഗ്രസ് നേതാവാണ്, വരുന്നു. സിദ്ധാരാമയ്യ വരുന്നു, കർണാടക മുഖ്യമന്ത്രി. ആന്ധ്രയിലെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അധികം മുഖ്യമന്ത്രിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമുണ്ട്, രേവന്ത് റെഡ്ഡി വരുന്നു. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കടന്നു വരുന്നു.
അപ്പോൾ താരമൂല്യമുള്ള പ്രചാരകർ വെളിയിൽ നിന്നും അകത്ത് നിന്ന് പുതിയ കമ്മിറ്റി, താരമൂല്യമുള്ള ആളുകൾ തന്നെയാണ് ആ കമ്മിറ്റി, ഇതെല്ലാം കൂടി ചേർന്ന് തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ. അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങളെക്കുറിച്ച് ഇപ്പോഴേ തല പുകച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എനർജി ആയിരിക്കും UDF നേരത്തെ സംബന്ധിച്ചിടത്തോളം.